ഹായ് ഓൾ, വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് S6-ലെ റിയൽ അനാലിസിസിൻ്റെയും കോംപ്ലക്സ് അനാലിസിസിൻ്റെയും സിലബസുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര റിംഗ് തിയറി എന്ന് പറയുന്ന സിലബസിൻ്റെ പേപ്പറിലെ സിലബസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ജനുവരി 15 വരെ നമുക്ക് ഒരു പേപ്പറിന് 1299 രൂപ മാത്രമാണ് പേയ്മെൻറ്റ് വരുന്നത്. 4 പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് 5 പേപ്പർ ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ 5200 രൂപയ്ക്ക് നിങ്ങൾക്ക് 5 പേപ്പറും പഠിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിലും അതേപോലെ തന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടുന്നതായിരിക്കും. സോ ടെലിഗ്രാം ചാനൽ എന്തായാലും ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര പറയുമ്പോൾ നമ്മൾ റിയൽ അനാലിസിസ് പറഞ്ഞപ്പോഴും കോംപ്ലക്സ് അനാലിസിസ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നമ്മളുടെ പഴയ പേപ്പറിൻ്റെ ബാക്കി തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ S5-ലെ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഗ്രൂപ്പ് തിയറിയുടെ ബാക്കിയായിട്ടാണ് ഈ ഒരു സെമിസ്റ്ററിൽ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര റിംഗ് തിയറി എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. ഓൾറെഡി S5-ലെ കുട്ടികൾക്ക് കൂടുതൽ പാടുള്ള പേപ്പറുകളിൽ ഒന്നായിരുന്നു ഗ്രൂപ്പ് തിയറി. അതേപോലെ തന്നെ ഗ്രൂപ്പ് തിയറിയേക്കാൾ കുറച്ചുകൂടി പാടാണ് ആക്ച്വലി റിംഗ് തിയറി. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ആദ്യം മുതലേ റിംഗ് തിയറിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് സെയിം തന്നെയാണ്. ജോൺ ബി ഫ്രാലയുടെ എ ഫസ്റ്റ് കോഴ്സ് ഇൻ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. ടെക്സ്റ്റിൻ്റെ PDF വേണ്ടവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നോക്കുമ്പോൾ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ റിംഗ് തിയറിയിൽ റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗ്രൂപ്പ് തിയറിയിൽ ആദ്യം ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചെങ്കിൽ ഇവിടെ റിംഗ് എന്താണെന്ന് പഠിക്കും. റിങ്ങിൻ്റെ എക്സാമ്പിൾസ് പഠിക്കും. റിങ്ങിൻ്റെ കൂടെ വരുന്ന മറ്റൊരു സാധനമാണ് ഫീൽഡ്. അപ്പോൾ ഫീൽഡ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഫീൽഡിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിക്കും. അതേപോലെ ഇതിൽ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻറ്റഗ്രൽ ഡൊമൈൻ എന്താണെന്ന് പഠിക്കും. അപ്പോൾ റിംഗ് പഠിക്കണം, ഫീൽഡ് പഠിക്കണം, ഇൻറ്റഗ്രൽ ഡൊമൈൻ പഠിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് റിങ്ങിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. ഫെർമാറ്റ്സ് ആൻഡ് ഓയിലർ തിയറം, പേരുള്ള തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫെർമാറ്റ്സ് ആൻഡ് ഓയിലർ തിയറം 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫീൽഡ് ഓഫ് കോഷ്യൻസ് പഠിക്കും. ഓഫ് ആൻഡ് ഇൻറ്റഗ്രൽ ഡൊമൈൻ, ഫീൽഡ് ഓഫ് കോഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫീൽഡ് ഓഫ് കോഷ്യൻസ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോളിനോമിയലുകളുടെ റിങ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് ഓവർ ഫീൽഡ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പോളിനോമിയൽസിലെ റിങ്ങും ഫീൽഡും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ വരുമ്പോൾ അവിടെ ഹോമോമോർഫിസം പഠിക്കും. ഹോമോമോർഫിസം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. കാരണം ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിംഗ് ഹോമോമോർഫിസം നിങ്ങൾ പഠിക്കും. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഡിഫൈൻ ചെയ്യും. സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് പഠിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് റിംഗ് ഹോമോമോർഫിസം പഠിക്കും. ഇപ്പോൾ S5-ൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം നിങ്ങൾ പഠിച്ചതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ റിംഗ് ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൺസെപ്റ്റ് ഓഫ് ഫാക്ടർ റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇനി പ്രൊസീഡ് ടു ഡിഫൈൻ ദ പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽ എന്താണെന്നും പ്രൈം ഐഡിയൽ എന്താണെന്നും മാക്സിമൽ ഐഡിയൽ എന്താണെന്നും പഠിക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഇത് കണ്ടോ, നിങ്ങളിവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 38, 48, 49 ആണത്. കാണാൻ പറ്റത്തില്ലെങ്കിൽ 38, 48, 49 ഇങ്ങനെയാണ് ആ സെക്ഷൻ 18-ലെ. അതേപോലെ തന്നെ 23, 24 എന്ന് പറയുന്നത് സെക്ഷൻ 19-ലെ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ആണ്. ഫ്രാലയുടെ ടെക്സ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് കാണാൻ പറ്റും. ഈ പ്രോബ്ലംസ് ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ള പ്രോബ്ലമാണ്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. കഴിഞ്ഞ S5-ൻ്റെ ക്വസ്റ്റ്യനിൽ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര പോലെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്നൊക്കെ ഒരുപാട് പേര് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതൊക്കെ ശരിക്കും സിലബസിലുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും. ഇല്ലാത്തതും ചോദിക്കും. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ മിസ്സാക്കാതെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ കഴിഞ്ഞ സെമ്മിൽ നമുക്കും അങ്ങനെ പ്രോബ്ലം നമ്മൾ കാര്യമായിട്ട് നോക്കിയില്ലായിരുന്നു. അതിന് മുന്നത്തെ വർഷം വരെ പ്രോബ്ലംസ് കാര്യമായിട്ട് ചോദിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ വർഷത്തെ S5-ലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേപ്പറുകളിലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ S6-ൻ്റെ ക്ലാസ്സുകളിലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രോബ്ലംസ് കാര്യമായിട്ട് നോക്കാം. മൊഡ്യൂൾ 3 ആണ് ശരിക്കും പാട് കേട്ടോ. മൊഡ്യൂൾ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൺസെപ്റ്റേ ഉള്ളൂ, പക്ഷേ പഠിക്കാൻ കുറച്ച് പാടുള്ള കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുത്താൽ 15 മാർക്ക് വരെ ഉറപ്പായിട്ടും എസ്സേക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. ഐഡിയ ഓഫ് യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ, അത് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ PID എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഐഡിയൽ ഡൊമൈൻ ആണ്. പിന്നെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, ഗോസ് ലെമ്മ, പേരുള്ള തിയറമൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ യൂക്ലിഡിയൻ ഡൊമൈൻ, അരിത്തമെറ്റിക്സ് ഇൻ യൂക്ലിഡിയൻ ഡൊമൈൻ. അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അതായത് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈനും
പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനും യൂക്ലീഡിയൻ ഡൊമൈനും എന്ന് പറയുന്ന 3 കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ S6 തേർഡ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മൊഡ്യൂൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. കുഞ്ഞു മൊഡ്യൂളാണ്, പക്ഷേ പഠിക്കുന്ന കണ്ടന്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പൊതുവേ S6 ഈ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്യാതെ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി പേപ്പേഴ്സിൻ്റെ അനാലിസിസ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.